ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. സിയാത്തിലിക്കൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. അങ്ങനെ ജൂലൈക്ക് ശേഷം നിഫ്റ്റി 25,000 മുകളിൽ ശക്തമായിട്ട് നിലയുറപ്പിച്ചു. കണ്ടിന്യൂസ് 3 ദിവസം നല്ലൊരു പോസിറ്റീവ്. അത് ആദ്യത്തെ ദിവസം തിങ്കളാഴ്ച ദിവസം നല്ലൊരു ഗ്യാപ്പ് അപ്പോടെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് നിന്നു. ഇന്നലെ മാർക്കറ്റ് 100 പോയിന്റ്, ഇന്ന് മാർക്കറ്റ് 70 പോയിന്റ്. നിഫ്റ്റി 25,051 എന്ന റേഞ്ചിലും സെൻസസ് 81,858 എന്ന റേഞ്ചിലാണ് ഉള്ളത്. ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വളരെയധികം അസ്വാഭാവികത ഉള്ള ഒരു പ്രസ്താവന, ഈ ഉക്രൈൻ വാർ നിൽക്കാനായിട്ട് ഇന്ത്യക്കെതിരെ താരിഫ് വർദ്ധിപ്പിക്കുമെന്നുള്ള ഒരു പ്രസ്താവന. എന്നാൽ ഇത് മറികടന്ന് ഇന്ത്യൻ IT കമ്പനീസ്, FMCG കമ്പനീസ്, TCSും ഇൻഫോസിസും HUലും നെസ്ലയും ഉൾപ്പെടെയുള്ള കമ്പനീസിൻ്റെ ശക്തമായിട്ടുള്ള ഒരു പിന്തുണയാണ് ഇന്ന് നിഫ്റ്റിക്ക് സഹായകമായത്. കൂടാതെ GST, നെക്സ്റ്റ് ജനറേഷൻ GST റീഫോംസ് എല്ലാം തന്നെ മാർക്കറ്റിന് ഊർജ്ജം പകർന്നു. എസ്പെഷ്യലി ഓട്ടോ സെക്ടറിൽ ഇന്ന് മിഡ് ക്യാപ്പിൽ ഒലയെല്ലാം തന്നെ 19% ഒരു റാലിക്ക് കാരണമായി ഈ ഒരു റീസൺ കൊണ്ട്. കൂടാതെ ഉത്സവകാല സീസണ് അടുത്തു. ഇനി രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ US ഇന്ത്യയും നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് കരുതുന്ന US ബെസ്റ്റ് ഫ്രണ്ട് അല്ല എന്ന് തെളിഞ്ഞതിനെ തുടർന്ന് നമ്മളുടെ ശത്രു എന്ന് കരുതുന്ന ചൈനയായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടാനായിട്ടുള്ള ഒരു പരിപാടിയിലാണ് നമ്മളുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലും ചൈനയ്ക്കും ഇടയിലുള്ള വിമാന സർവീസുകൾ, ഫ്ലൈറ്റ് സർവീസ് എത്രയും പെട്ടെന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് സർവീസ് പുനരാരംഭിക്കും. അതിർത്തി തർക്കങ്ങളെല്ലാം തന്നെ ചർച്ചയിൽ വരുന്നുണ്ട്. ചൈനയെ സംബന്ധിച്ച് US വലിയൊരു വിപണിയാണ്. അപ്പോൾ US ഇപ്പോൾ ഇല്ല, അല്ലെങ്കിൽ ഭാഗികമായിട്ട് കുറഞ്ഞു. അപ്പോൾ ആഫ്രിക്ക, ഇന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിലേക്കായിരിക്കും ചൈനയുടെ പ്രൊഡക്റ്റുകൾ ഏറ്റവും കൂടുതൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങളും മറ്റുള്ള സംഘർഷങ്ങളെല്ലാം തന്നെ മഞ്ഞുരുകി ഒരു പുതിയ തലത്തിലേക്ക് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മാറുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇന്ത്യയും US തമ്മിലുള്ള ഒരു ഇഷ്യൂ, ഈ താരിഫ് ഇഷ്യൂസ് എല്ലാം തന്നെ വന്ന സമയത്ത് തന്നെ പല ഭാഗങ്ങളിൽ നിന്നും വന്ന ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ഇതൊരു പുതിയൊരു അവസരമാണ്. കാരണം എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ നിലപാടുകളെല്ലാം തന്നെ പൊളിച്ച് എഴുതി ഒരു പുതിയ നിലപാട്, അല്ലെങ്കിൽ പുതിയ ഒരു രാഷ്ട്രീയം, പുതിയ അതിർത്തി, താരിഫ്, എക്സ്പോർട്ട്, ഇമ്പോർട്ട് എല്ലാം തന്നെ പുതിയ ഫോർമുലയിലേക്ക് അതാത് രാജ്യങ്ങളെ മാറ്റാനായിട്ടുള്ളൊരു അവസരമായിട്ട് ഇത് മാറി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശം. അതല്ലായിരുന്നെങ്കിൽ ഇന്ത്യയും ചൈനയും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കില്ല. ഇന്ത്യയും റഷ്യയും തമ്മിൽ റഷ്യ ഇന്ത്യക്ക് കുറഞ്ഞ ചെലവിൽ ഓയിൽ കൊടുക്കില്ല. കാരണം ഈ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതിന് മുമ്പ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ ഓയിൽ ഇന്ത്യ വാങ്ങിക്കൊണ്ടിരുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നായിരുന്നു. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്നല്ല, ഇപ്പോൾ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. അപ്പോൾ പുതിയ വാതിലുകൾ തുറന്നു ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഇതെല്ലാം തന്നെ വളരെയധികം സുപ്രധാനമാണ്. കാരണം ഇത്തരം അവസ്ഥയിലും ഇന്ത്യയുടെ GDP ഫോർകാസ്റ്റ് ഇന്ത്യയോ റിസർവ് ബാങ്കോ IMF ഒന്നും തന്നെ നെഗറ്റീവായിലേക്ക് വരുത്തിയിട്ടില്ല എന്നുള്ളത്. ഇത് ഈ ഒരു പ്രശ്നം ഇന്ത്യ വളരെ ശക്തമായിട്ട് തന്നെ, ഇന്ത്യ മാത്രമല്ല മറ്റുള്ള എല്ലാ രാജ്യങ്ങളും വളരെ ശക്തമായിട്ട് തന്നെ ഇത് മറികടക്കും. എല്ലാ രാജ്യങ്ങളും ഇന്റേണലി പരസ്പരം ഇപ്പോൾ ചർച്ചകളിലൊക്കെ ഏർപ്പെട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രംപിൻ്റെ ഈ ഒരു താരിഫ് വിലപ്പോകില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. എനിവേ, കാട് കയറുന്നില്ല. സ്റ്റോക്കുകളുടെ ഇൻഡിവിജ്വൽ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. ഓപ്പണിംഗ് റേഞ്ച് 24,930 എന്ന ലോ ക്രിയേറ്റ് ചെയ്തു. പിന്നീട് ഒരു റാലി. ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് നിഫ്റ്റി 60 പോയിന്റ് ആണ്. എന്നാൽ ഇന്നത്തെ ഇൻട്രാഡേ ലോയിൽ നിന്ന് നിഫ്റ്റി ഏകദേശം ഒരു 150 പോയിന്റിൻ്റെ ഒരു റാലി ഉണ്ടായിരുന്നു. 25,047 ഇപ്പോൾ നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഉള്ളത്. നിഫ്റ്റിയുടെ റാലിക്ക് ചുക്കാൻ പിടിച്ചത് ഇൻഫോസിസ്, TCS, HUL, നെസ്ലെ, NTPC ആണ്. കാണാം, ഇൻഫോസിസ് 3.9% റാലി മുതൽ NTPC 2.07% റാലി വരെ കണ്ടു. പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത് ഭാരത് ഇലക്ട്രോണിക്സ്, ബജാജ് ഫിനാൻസ്, ശ്രീറാം ഫിനാൻസ്, ടാറ്റ മോട്ടോഴ്സ്, ഇൻഡസ്ഇൻഡ് ബാങ്ക് തുടങ്ങിയ കമ്പനീസിലാണ്. ഇതിൽ ഭാരത് ഇലക്ട്രോണിക്സ് കമ്പനി 2.16% ഒരു ഫോളാണ് കണ്ടത്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവിൽ ട്രേഡിങ് തുടരുന്നുണ്ട്. ജർമ്മൻ, ഫ്രാൻസ് മാർക്കറ്റുകൾ. ഇതിൽ ജർമ്മൻ മാർക്കറ്റ് 76 പോയിന്റിൻ്റെ ഒരു ഫോൾ ഉണ്ടായിട്ടുണ്ട്. ഡോ ഫ്യൂച്ചർ നെഗറ്റീവിലാണ് ഇപ്പോൾ ട്രേഡിങ് തുടരുന്നത്. നിക്കി ജപ്പാൻ മാർക്കറ്റ് 616 പോയിന്റിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തി. കാരണം അവിടുത്തെ എക്സ്പോർട്ട് ഫോൾ ആയിരുന്നു, എക്സ്പോർട്ട് ഡേറ്റ വന്നിരുന്നു.
കൊറിയ നെഗറ്റീവായിരുന്നു, എന്നാൽ അതിന് മുകളിലുള്ള മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവായിരുന്നു. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ്കോയിൻ 1600 പോയിന്റിൻ്റെ ഡോളറിൻ്റെ ഇടിവും, ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് നോക്കുകയാണെങ്കിൽ ഗോൾഡ് $10 per ounce ഉയർന്ന് ഗോൾഡിൻ്റെ സ്പോട്ട് ഉള്ളത് 3325 എന്ന നിലയിലാണ്. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, കളക്ട് ചെയ്തിട്ടുള്ള വാർത്തകളാണ്. ITR ഫയൽ ചെയ്യാനായിട്ടുള്ള ഡെഡ് ലൈൻ ആയിട്ടുണ്ട്. അപ്പോൾ ITR ഫയൽ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഗൂഗിൾ ഷീറ്റ് ഫില്ല് ചെയ്യുക. ITR ഫയൽ ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ നമ്മൾ പല സമയങ്ങളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ITRനെ കുറിച്ച് ഫയൽ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഈ വരുന്ന സൺഡേ ആണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കമ്മോഡിറ്റിയുടെ ഓഫ്ലൈൻ ക്ലാസ് ഏറ്റവും കുറഞ്ഞ ഫീസിൽ കൊച്ചിയിൽ നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിൽ വെച്ച് നടത്തപ്പെടുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് വിളിച്ച് സീറ്റ് ബുക്ക് ചെയ്യാം. നെസാറ ടെക് കമ്പനി ഓൺലൈൻ ഗെയിമിംഗ് ബില്ല് പാസ്സായിട്ടുണ്ടായിരുന്നു, നമ്മൾ അറിഞ്ഞിരുന്നു. സ്റ്റോക്ക് ഇന്ന് ഫോൾ ആയിട്ടുണ്ട്. നാറ്റ്കോ ഫാർമ കമ്പനി പുതിയ ടാബ്ലറ്റ് അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. വേദാന്ത കമ്പനിയുടെ ഡീമർജർ ഗവൺമെൻറ് അംഗീകാരം കിട്ടിയില്ല, സെബി വാർണിംഗ് ലെറ്റർ ഇഷ്യൂ ചെയ്തു. ചാലറ്റ് ഹോട്ടൽ കമ്പനി ഫസ്റ്റ് സീസൺ വരികയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രോങ് വോളിയം ഗ്രോത്ത് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ് കമ്പനി ഇവരുടെ 15% റവന്യൂ ഫോർകാസ്റ്റ് കമ്പനി എയിം ചെയ്യുന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സ് സൗത്ത് ആഫ്രിക്കയിലേക്ക് ഹാരിയറും കറവും പഞ്ചും ടിയോഗവും എല്ലാം തന്നെ ബിസിനസ് ചെയ്യാനായിട്ട് വീണ്ടും കമ്പനി ആലോചിക്കുന്നു. ഹീറോ മോട്ടോ കോർപ്പ് X25 $90,000 പുതിയ ബൈക്ക്, LCD ഡിസ്പ്ലേ ഉള്ള ബൈക്ക് അവർ ലോഞ്ച് ചെയ്യുകയാണ്. ഗ്ലാമർ X25 ആണ്. IPO വരുമ്പോൾ മംഗൾ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് IPO ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 4 IPO മാർക്കറ്റിൽ ഇപ്പോൾ ലഭ്യമാണ്. GRSC കമ്പനി നെക്സ്റ്റ് 2 ഇയറിലേക്ക് കമ്പനിയുടെ ഗ്രോത്ത് എല്ലാം തന്നെ സ്റ്റേബിളായി കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ അതേ ഗ്രോത്ത് തന്നെ കമ്പനി എയിം ചെയ്യുന്നുണ്ട്. ഫർദറായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് കമ്പനി കൊണ്ടുവന്നിട്ടില്ല. ഡൈനാക്കോൺ സിസ്റ്റം കമ്പനി 51 കോടി രൂപ ഓർഡർ ലഭിച്ചു. TCS കമ്പനി ഇവർ AI ടെക് ലോഞ്ച് ചെയ്യുകയാണ്. ഫിൻഫിഷ് റിയാലിറ്റീസ് എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ജോയിൻ വെഞ്ചറായിട്ട് TCS AI ടെക് ലോഞ്ച് ചെയ്യുകയാണ്. സുല വൈൻയാർഡ് കമ്പനി അവരുടെ സ്കോച്ച് വിസ്കി, വോഡ്ക തുടങ്ങിയ 3 ബ്രാൻഡുകൾ കമ്പനിയുടെ പോർട്ട്ഫോളിയോയിലേക്ക് കമ്പനി ആഡ് ചെയ്യുന്നു. SRM കോൺട്രാക്ട് കമ്പനി 174 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. തോമസ് കുക്ക് കമ്പനി അവർ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് ഗേറ്റ്വേ ആയിട്ട് അവർ ജോയിൻ വെഞ്ചർ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ലളിത് ലാബ് കമ്പനി AI ഉപയോഗിച്ച് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്ന ആദ്യത്തെ ലാബ് കമ്പനി ഓപ്പൺ ചെയ്തു. PG ഇലക്ട്രോപ്ലാസ്റ്റ് കമ്പനി പാക്സ് ഇന്ത്യയായിട്ട് പുതിയ ജോയിൻ വെഞ്ചർ ഒരാൾ ഏർപ്പെട്ടു. സെൻട്രിയം ഇലക്ട്രോണിക്സ് കമ്പനി BL ആയിട്ട് പുതിയ ജോയിൻ വെഞ്ചർ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. ഇൻഫി കമ്പനി ഓസ്ട്രേലിയയിൽ നിന്നുള്ളൊരു കമ്പനിയിൽ നിന്ന് കമ്പനിക്ക് ഓർഡർ ലഭിച്ചു. NTPC ഗ്രീൻ കമ്പനി ഗുജറാത്ത് പ്ലാന്റിൽ അവരുടെ പുതിയ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. നമുക്ക് നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റ് സെക്ഷനായിട്ട് എത്താം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു ഓൾ.